നല്ലൊരു ദോശയും ചിക്കൻ കറിയും കഴിച്ചാലോ? അപ്പോൾ ചിക്കൻ കറി ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശമാവ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി കോമ്പിനേഷൻ ദോശയും ചിക്കൻ കറിയും കഴിക്കുക എന്നുള്ളത്. ഇതൊരു അണ്ടർ റേറ്റഡ് കോമ്പിനേഷൻ ആണോ എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ദേ നമ്മൾ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പരിപാടിയാണ് ഈ ദോശ ചുടുക എന്നുള്ളത്. പക്ഷേ ഇത് ഇങ്ങനെ ചട്ടിയിൽ എടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ പലപ്പോഴും. കാരണം എൻ്റെ ഫസ്റ്റത്തെ ദോശ എപ്പോഴും ഇതുപോലെ ചുറി പിടിച്ച ദോശയായിരിക്കും. അത് ഈ നോൺ സ്റ്റിക്ക് അല്ല, നമ്മുടെ ഈ കാസ്റ്റ് അയൺ എത്ര മയക്കിയെടുത്താലും എനിക്ക് ഇതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാവും ഫസ്റ്റത്തെ ദോശ. പക്ഷേ സെക്കൻഡ് ദോശ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദോശയും ഓൾമോസ്റ്റ് നല്ല സെറ്റായിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ചൂടാക്കി എടുത്താണ്. അപ്പോൾ അതേ നല്ല ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളി ദോശ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ദോശ നല്ല സെറ്റായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന ഒരു ദോശയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ വടി പോലെ നിൽക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അതാട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കും കേട്ടോ. അപ്പം ഇതും ഞാൻ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കറി നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പാം. ഗ്രേവി ആക്ച്വലി കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ചിക്കൻ കറിയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 2 ദോശ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കോമ്പിനേഷനാണ്. എത്ര പേർക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണെന്ന് പറയണം. ഇതുപോലെ തന്നെയാണ് ഇഡ്ഡലിയും ചിക്കൻ കറിയും, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ദോശ ചിക്കൻ സ്റ്റൂവും അതുപോലെ ഇഡ്ഡലി ചിക്കൻ സ്റ്റൂവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.